ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് ഫോർമേഷൻ ഇൻ സ്ഫെറിക്കൽ മിറർ, കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലൊക്കെ ഫോം ചെയ്യുന്ന ഇമേജസിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു. അപ്പോൾ അതിൽ നമ്മൾ സ്ഥിരമായിട്ട് കേട്ട ഒരു 2 ഇമേജ് ആയിരുന്നു റിയൽ ഇമേജ്, വെർച്വൽ ഇമേജ്. അപ്പോൾ എന്താണ് റിയൽ ഇമേജ്? റിയൽ ഇമേജും വെർച്വൽ ഇമേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റിയൽ ഇമേജ് ക്യാൻ ബി കോട്ട് ഓൺ ദി സ്ക്രീൻ. Real image can be caught on the screen. Virtual image cannot caught on the screen. Virtual image cannot caught on the screen. അതായത് റിയൽ ഇമേജിനെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയും, എന്നാൽ വെർച്വൽ ഇമേജിനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ദി ഡിസ്റ്റൻസ് ടു ദി റിയൽ ഇമേജ് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി. Distance to the virtual image cannot be measured directly. റിയൽ ഇമേജിലേക്കുള്ള ദൂരം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാം. അതേസമയം വെർച്വൽ ഇമേജിലേക്കുള്ള ദൂരം അങ്ങനെ മെഷർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ വെർച്വൽ ഇമേജ്, സാധാരണ നമ്മൾ കാണുന്ന വെർച്വൽ ഇമേജാണ്. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കാണുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ഇമേജ് അല്ലേ. അതിലേക്കുള്ള ദൂരം നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതേസമയം സ്ക്രീനിൽ പതിപ്പിക്കുന്ന, മിററിൻ്റെ മുമ്പിൽ സ്ക്രീനിൽ പതിപ്പിക്കുന്ന ഒരു ഇമേജ്, ആ ഇമേജിലേക്കുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഇനി മറ്റൊന്ന് നോക്കുക. ദി വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ കോൺകേവ് മിറർ ഈസ് ഓൾവേസ് എൻലാർജ്ഡ്. കോൺകേവ് മിററിൽ ഫോം ചെയ്യുന്ന വെർച്വൽ ഇമേജ് എപ്പോഴും എൻലാർജ്ഡ് ആയിരിക്കും, വലുതായിരിക്കും. ദി വെർച്വൽ ഇമേജ് മെയ്ഡ് ബൈ ദി കോൺവെക്സ് മിറർ ഈസ് ഓൾവേസ് ഡിമിനിഷ്ഡ്. എന്നാൽ കോൺവെക്സ് മിററിൽ ഫോം ചെയ്യുന്ന വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത് ഡിമിനിഷ്ഡ്, ചെറുതായിരിക്കും, ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും. ഈ നെക്സ്റ്റ് വൺ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഫോർമേഷൻ്റെ ഒരു ഫിഗർ. കോൺകേവ് മിററിൽ അതിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ബിറ്റ്വീൻ എഫ് ആൻഡ് സി ഉണ്ടോ. ഇതാണ് ഒബ്ജക്റ്റ്. ഒ ബി എന്ന് പറയുന്നത് ഒബ്ജക്റ്റ്, സിക്കും എഫിനും ഇടയിലായിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 2 റേസ്, ഒന്ന് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് ത്രൂ ദി ഫോക്കസ്. രണ്ടാമത് ത്രൂ ദി ഫോക്കസ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇറ്റ് പാസസ് പാരലൽ ടു ദി പ്രിൻസിപ്പൽ ആക്സിസ്. രണ്ടും കൂടെ കൂട്ടിമുട്ടി ഈ പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. ഇമേജിൻ്റെ പ്രത്യേകത നോക്കുക. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും താഴേക്കാണ് വരച്ചിട്ടുള്ളത്. അതായത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. സ്ക്രീനിൽ ഫോം ചെയ്യുന്ന ഇമേജാണ്, അതുകൊണ്ട് ഇതിന് റിയൽ ഇമേജ് എന്ന് പറയും. പിന്നെ തല കീഴായിട്ടുള്ള പ്രിൻസിപ്പൽ ആക്സിസിന് താഴേക്കാണ്, അതുകൊണ്ട് അതിനെ വെർച്വൽ ഇമേജ് എന്നും പറയും. പിന്നെ ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ്, ഹൈറ്റ് ഓഫ് ദി ഇമേജ് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യുക. ഇവിടെ എഴുതി വെക്കുക കേട്ടോ, നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റും ഇമേജിൻ്റെ ഹൈറ്റും, ഇതാണ് ഇമേജ്. ഇമേജിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ആ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മാഗ്നിഫിക്കേഷൻ ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. Equation to find out magnification is height of the image, അതായത് m is equal to height of the image divided by height of the object. ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ടേബിൾ ഒന്ന് നോക്കുക. While calculating the magnification, the measurement taken upward from the principal axis is considered positive and measurement downward are considered as negative. Magnification is a physical quantity having no unit. ഇപ്പോൾ മാഗ്നിഫിക്കേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും ഒക്കെ എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലേക്ക് എടുക്കുന്ന വാല്യൂ പോസിറ്റീവായിട്ടും താഴേക്ക് എടുക്കുന്ന വാല്യൂ നെഗറ്റീവായിട്ട് എടുക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മാഗ്നിഫിക്കേഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. അപ്പോൾ അടുത്തൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദി മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് 3 cm kept in front of a concave mirror. Give real image of the size 6 cm. ഇവിടെ ഇമാജിൻ്റെ ഹൈറ്റ് 6 cm ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 3 cm ആണ്.
ഒബ്ജക്റ്റിൻ്റെ വലുപ്പം ചെറുതും ഇമാജിൻ്റെ വലുപ്പം വലുതുമാണ് അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഓഫ് ദി ഇമേജ് എന്ന് പറഞ്ഞാൽ -6. ഇനി മാഗ്നിഫിക്കേഷൻ കാണുമ്പോൾ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്, അതായത് -6 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു -2. ഇവിടെ മാഗ്നിഫിക്കേഷൻ -2 എന്ന് കിട്ടും. ഒബ്സർവ് ദി ഫിഗർ 18.22, കാൽക്കുലേറ്റ് ദി മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. 18.22 കണ്ട് ഒബ്സർവ് ദി ഫിഗർ 18.22 അല്ല 14.22 കേട്ടോ. ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഇവിടെ IM എന്ന് പറയുന്നതാണ് ഇമേജ്, അതിൻ്റെ ഹൈറ്റ് 10 സെൻറ്റിമീറ്റർ. OB എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ മാഗ്നിഫിക്കേഷൻ 10 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. Then calculate the height of the object when it gives an image of height 4 centimeter when it is placed at the same place in front of the mirror. Calculate the height of an object when it gives an image of height. അതായത് ഇവിടെ ഇമാജിൻ്റെ ഹൈറ്റ് ഇപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇമാജിൻ്റെ ഹൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഇനി ഇമാജിൻ്റെ ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതേ പ്ലേസിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കും? അപ്പോൾ നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് 10 ഡിവൈഡഡ് ബൈ 5 അല്ലേ, 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി M is equal to HI divided by HO. Magnification is equal to height of the image divided by height of the object. അതിൽ നിന്നും height of the object is equal to എന്ത് വരും? height of the image divided by magnification. അതായത് 4 divided by 2 എന്ന് വരും. height of the image നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള height of the image 4 സെൻറ്റിമീറ്റർ ആണ്. മാഗ്നിഫിക്കേഷൻ നമുക്ക് നേരത്തെ 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. ഇമാജിൻ്റെ ഹൈറ്റ് 4 ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി കണ്ടുപിടിക്കാനുള്ള മറ്റൊരു എളുപ്പവഴിയുണ്ട്. അപ്പോൾ ഈ IM കാണുന്ന ഇതേ പ്ലേസിൽ തന്നെയാണ് ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇമാജിൻ്റെ ഹൈറ്റ് 4 ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമാജിൻ്റെ ഹൈറ്റ് 10 ആയപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എന്താണ്? 10ൻ്റെ പകുതിയാണ് അല്ലേ, 5 ആണ്. അപ്പോൾ ഇവിടെ ഇമാജിൻ്റെ ഹൈറ്റ് 4 ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് 4ൻ്റെ പകുതിയായ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്തതായിട്ട് യൂസസ് ഓഫ് സ്പെറിക്കൽ മിറർ. സ്പെറിക്കൽ മിറേഴ്സിൻ്റെ യൂസ്. ഇതിൽ കോൺകേവ് മിററിൻ്റെ യൂസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദി ഷേവിംഗ് മിറർ, മേക്കപ്പ് മിറർ, ഹെഡ് മിറർ യൂസ്ഡ് ബൈ ഡോക്ടേഴ്സ് ഇൻ ഫിലിം പ്രൊജക്ടേഴ്സ്, അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സ് ഇൻ ടോർച്ചസ്. ഇതൊക്കെയാണ് യൂസ് ഓഫ് ദി കോൺകേവ് മിറർ. അടുത്തത് യൂസ് ഓഫ് ദി കോൺവെക്സ് മിറർ, യൂസ്ഡ് ആസ് ദി റിഫ്ലക്റ്റേഴ്സ് ഇൻ സ്ട്രീറ്റ് ലാമ്പ്. സ്ട്രീറ്റ് ലാമ്പിൽ റിഫ്ലക്റ്ററായിട്ട് ഉപയോഗിക്കും. ദെൻ യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ ബൈ ദി ഡ്രൈവേഴ്സ് ഫോർ വ്യൂവിങ് വെഹിക്കിൾ ഫ്രം ബിഹൈൻഡ്. അതായത് വണ്ടികളിൽ കണ്ടോ, വണ്ടിയിൽ പിന്നെ വാഹനങ്ങളിൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിററും എന്ത് തന്നെയായിരിക്കും? കോൺവെക്സ് മിററാണ്. ഇപ്പോൾ ബൈക്കിൻ്റെ, കാറിൻ്റെ, ബസ്സിൻ്റെ ഒക്കെ റിയർ വ്യൂ മിറർ, പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ. These mirrors have a wide field of view compared to that plane mirror. Hence, they can help in avoiding accidents to the certain extent. അപ്പോൾ അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ആക്സിഡൻസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. ബിഗ് കോൺവെക്സ് മിറേഴ്സ് ഹെൽപ്പ് ഇൻ വ്യൂവിങ് വെഹിക്കിൾസ് കമ്മിങ് ബിയോണ്ട് കർവ്സ്, ദസ് മിനിമൈസിങ് ആക്സിഡൻസ്. അതായത് ഈ വളവുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും കോൺവെക്സ് മിറർ വെച്ചിട്ടുണ്ട്. നല്ല വളവുകളിലൊക്കെ റോഡിൻ്റെ വളവുകളിൽ കോൺവെക്സ് മിറർ. അപ്പോൾ ആ മിററിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വളവ് നമുക്ക് നേരിട്ട് കാണില്ല, പക്ഷെ മിററിലൂടെ കാണാൻ കഴിയും. അപ്പോൾ അതും എന്ത് ചെയ്യാൻ പറ്റും? ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും.